അപ്പൊ അതായിരുന്നല്ലേ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഷോർട്ട് ഫിലിം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരികിടയായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു നാടകക്കളി എന്ന് പറയുന്നത്. അതായത് അടിച്ച് പിരിഞ്ചാച്ച് എന്ന് പറയുന്ന നാടകക്കളി എന്ന് പറയുന്നത്. ജാസ്മിൻ ഗബ്രി വിഷയം അതിപ്പോ വേറൊരു തലത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ പല കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഗബ്രി തേച്ചതാണ്, ജാസ്മിന്റെ ഉടായിപ്പാണ്, ഗബ്രി കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെ മറ്റതും മറിച്ചതെന്ന് പറഞ്ഞ പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഞാൻ കാണാനിടയായി മക്കളെ. അതൊന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാനിവിടെ വായിക്കാനായി പോകുന്നത്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഒരേ വഴിയിൽ സഞ്ചരിച്ച ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ രണ്ട് വഴിക്കാണ് സഞ്ചാരം. എന്താ പറയാനേ, നമുക്കറിയാം അങ്ങനെയാണ് എന്നുള്ളത്. ഗബ്രി ജാസ്മിനെ തേച്ചു എന്നും ജാസ്മിൻ ഗബ്രിയെ തേച്ചു എന്നൊക്കെയുള്ള ചർച്ചകൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് കറങ്ങുന്നത്. ഗബ്രി ജാസ്മിനെ തേച്ചു, ജാസ്മിൻ ഗബ്രിയെ തേച്ചു, ആ ഒരു തരത്തിൽ. എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു ഷോർട്ട് ഫിലിം ഈ അടുത്തിടെ ഇറങ്ങിയിരുന്നു. ഞാൻ ഓർക്കുന്നു, അതെ, ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു. അത് അവർ പ്രതീക്ഷിച്ചത്ര റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ആണോ? നോക്കിയില്ല ഞാൻ. അത് നല്ല ഒരു റീച്ചിലെത്തിക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ് ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നും പരസ്പരം അൺഫോളോ ചെയ്ത് കളിക്കുന്നത് എന്നും പൊതുവെയുള്ള വാർത്ത. അമ്പട കേമാ, സണ്ണിക്കുട്ട, നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അതായിരുന്നല്ലേ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഷോർട്ട് ഫിലിം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരികിടയായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു നാടകക്കളി എന്ന് പറയുന്നത്. അതായത് അടിച്ച് പിരിഞ്ചാച്ച് എന്ന് പറയുന്ന നാടകക്കളി എന്ന് പറയുന്നത്. മിടുക്കനാണ് ഇവൻ കേട്ടോ. ഈ പേജിന്റെ അഡ്മിൻ ആരാണെന്ന് അറിയാൻ വയ്യ എന്തായാലും. അതോടൊപ്പം തന്നെ അടുത്തത്, എങ്കിൽ 2 ദിവസമായി വരുന്ന വാർത്ത മറ്റൊന്നാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. ഗബ്രിയും സാനിയ അയ്യപ്പനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സാനിയ അയ്യപ്പൻ അങ്ങനെയല്ലേ? ഓക്കെ, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് എന്നാണ് മക്കളെ ഈ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണോ ഡേ, അത് കള്ളാണോ ഡേ, ഇതൊക്കെ അവരറിഞ്ഞോ ഡേ എന്നൊന്നും അറിയാൻ വയ്യ. പക്ഷെ അടിച്ചു വിട്ടിട്ടുണ്ട് നല്ല രീതിക്ക്. നമുക്കറിയാം ഗബ്രിയും സാനിയയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അവർ തമ്മിൽ കാണാറുണ്ട്. അവർ തമ്മിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അവർ തമ്മിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നു അതോ ഇനി അറിയത്തില്ല എന്താണ് സംഭവം എന്ന്. ഇനി അതിൻ്റെ പേരിലാണോ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പിരിഞ്ഞത്? ഇനി അതല്ല, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഷോർട്ട് ഫിലിം വരുന്നതിൻ്റെ പേരിൽ ഗബ്രിയും ജാസ്മിനും കളിച്ച ഒരു നാടക കളിയാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പേഴ്സണലി അറിയത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഗബ്രിയും ജാസ്മിനും ഉടായ്പ കാണിച്ചു ഷോർട്ട് ഫിലിമിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ വിചാരിച്ചത്ര രീതിയിൽ അതിന് റീച്ച് കിട്ടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഗബ്രി കല്യാണം കഴിക്കാൻ പോകുന്നു, ഗബ്രി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ സാനിയാണ് എന്നൊക്കെയുള്ള തരത്തിലും ഇപ്പോൾ വാർത്തകൾ നല്ല രീതിയിൽ പടച്ചു വിടുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെയുള്ളത് ഗബ്രിക്കും ജാസ്മിനും മാത്രമേ അറിയത്തുള്ളൂ. അത് മാത്രമല്ല കരക്കമ്പികൾ ഇതുപോലെ ഒരുപാട് കേൾക്കുന്നുണ്ട്. സത്യമാണോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ പച്ച കള്ളമാവാം. കാരണം ഒരു കാര്യം വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടത് ഗബ്രിയും ജാസ്മിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ തമ്മിൽ 2 തട്ടിൽ തന്നെയാണ്, അടിച്ച് പിരിച്ചാച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഗബ്രി ആണെങ്കിൽ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും ജാസ്മിനൊത്തുള്ള എടുത്ത് കളയുകയുണ്ടായി. ഈ പറയുന്ന രീതിയിൽ അൺഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയി എന്ന് പറയുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിനൊത്തുള്ള എല്ലാ സംഭവ വികാസങ്ങളും എടുത്ത് കളഞ്ഞു. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇഷ്യൂ ഉണ്ട്, അത് ഉറപ്പാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഗബ്രി ജാസ്മിനും തമ്മിൽ ചെയ്യുന്ന ഓരോ പരിപാടികൾ കാണുമ്പോൾ. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയുള്ള എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ എനിക്കൊന്ന് ജാസ്മിൻ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഗബ്രിയോത്തുള്ള. പക്ഷേ ഗബ്രി എന്തായാലും 2 കൽപ്പിച്ച് എല്ലാം കളഞ്ഞു. ആ ഒരു തരത്തിൽ ജാസ്മിനത്തുള്ള ഒരു കോൺടാക്റ്റും വേണം എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഓരോന്ന് ചെയ്തു വെച്ചതെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗബ്രിക്ക് കല്യാണമാകാൻ പോകുന്നു, അതിന്റെ പേരിൽ ഇവർ തമ്മിൽ അടിയുണ്ടാക്കി. ഇതാണ് ജാസ്മിൻ ഗബ്രി ഇഷ്ടമായിരുന്നു, പക്ഷേ ഗബ്രി ജാസ്മിനെ തേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുഭാഗം പറയുന്നു. ഗബ്രി ഇപ്പോൾ ഇതാ സാനിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കരക്കമ്പിയായിട്ട് ഓരോ പേജുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പടച്ചു വിടുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊരു അന്ത്യം കുറിക്കണമെങ്കിൽ അതിന് ഗബ്രിയും ജാസ്മിനും തന്നെ വിചാരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോ സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ വെളിപ്പെടുത്തേണ്ടത് ഈ പറയുന്ന രീതി ഗബ്രി തന്നെയാണ്, അല്ലെങ്കിൽ ജാസ്മിൻ തന്നെയാണ്. ഇവർ തമ്മിൽ എന്താണ് ഇഷ്യൂ
അത് അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് പങ്കിടാനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവർക്ക് ഇതാവാനായിട്ട് താല്പര്യമില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള വാർത്തകൾ ഓരോന്നിങ്ങനെ വരുന്നതും കണ്ടുകൊണ്ട് തൃപ്തി അടഞ്ഞിങ്ങനെ ഇരിക്കാമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം അവർക്കിങ്ങനെ ലൈവിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇങ്ങനെ റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിക്ക് എന്തെങ്കിലും സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഗബ്രി ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ, ഇനി കല്യാണം കഴിക്കുന്നത് സാനിയയാണോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളതാണോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളമാണോ, ഇനി ഉള്ളതാവുന്ന തരത്തിലോട്ട് വല്ലതും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നത് ഒരു റിയൽ ഇഷ്യൂ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ അടിച്ച് പിരിയിൽ ഈ കാര്യങ്ങൾ മാറിയെന്ന് വരാം. ആ ഒരു തരത്തിലായിരിക്കാം ചിലപ്പോൾ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇതൊക്കെ ഒരുതരം ഉഡായിപ്പിന്റെ ഭാഗമായിട്ടാണ് അവർ ഒരു റീച്ചിന് വേണ്ടിയിട്ട്, അവരുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്, ഇനി അല്ലാതെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചാ വിഷയമാക്കാനോ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് മറ്റൊരു തരത്തിലൊരു ഉഡായിപ്പായിട്ട് കണക്കാക്കാം. പക്ഷെ ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് പേഴ്സണലി ആർക്കും അറിയത്തില്ല. പക്ഷേ ഇത് അവർക്കറിയാം എന്താണ് വിഷയം എന്നുള്ളത്. ഉഡായിപ്പാണോ, ഈ പറയുന്ന റിയൽ ആയിട്ട് ഇവരെ തമ്മിൽ അടി ഉണ്ടാക്കി പിരിഞ്ഞ് ആ ഒരു തരത്തിൽ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അന്ത്യം എന്തായാലും ഉണ്ടാവണം. അത് ഏതൊരു കാര്യത്തിൻ്റെ അന്ത്യം ഉണ്ടാവണം. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ സോൾവ് ആവണം, അല്ലെങ്കിൽ അതിനൊരു അന്ത്യം എന്തായാലും ഉണ്ട്. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു അന്ത്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കും. പ്രേക്ഷകരായാലും അത് ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, കരക്കമ്പികൾ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ മുന്നിട്ടിറങ്ങേണ്ടത് ഗബ്രി ജാസ്മിൻ തന്നെയാണ്. ഇഷ്യൂ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. അവർ തമ്മിൽ ഇനി അടുക്കില്ല എന്നുള്ള ആ ഒരു ഇതാണെങ്കിൽ ഓക്കെ, തീർന്നു എന്നുള്ള രീതിയിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് തീർക്കുക. ഈ പറയുന്ന രീതിയിൽ കഥകൾ ഇങ്ങനെ പലതും ഇങ്ങനെ പുറത്തു വരുമ്പോഴത്തേക്കും അത് അവർക്ക് തന്നെ ചിലപ്പോൾ ബാഡായിട്ട് മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം. ആ ഒരു അവസരം അവരായിട്ട് തന്നെ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടം. പിന്നെ പറയാനുള്ളത്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.